മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള ശിവാലയ ഓട്ടത്തിന്റെ ഭാഗമായി കന്യാകുമാരി ജില്ലയിലെ 12 ശിവക്ഷേത്രങ്ങളിൽ ഭക്തർ ദർശനം നടത്തുകയാണ്. തിരുമല ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തീർത്ഥാടനം തിരുനട്ടാലത്ത് ശങ്കരനാരായണനെ തൊഴുത് പൂർത്തിയാകും. കാൽനടയായി സഞ്ചരിക്കുന്നതാണ് ആചാരരീതി. ശിവാലയ ഓട്ടത്തിലെ 10ാമത്തെ ക്ഷേത്രമായ തിരുവിതാംകോട് ക്ഷേത്രത്തിൽ നിന്ന് എം മനോജ് ചേരുന്നു. മനോജ്, വിവരങ്ങൾ. ശിവാലയ ഓട്ടത്തിലെ 10ാമത്തെ ക്ഷേത്രമാണ് ഈ തിരുവിതാംകോട് ശിവക്ഷേത്രം. ഇവിടേക്ക് അങ്ങനെ ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ ക്ഷേത്രങ്ങളിലെത്തുമ്പോഴും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. രാവിലെ തിരുമല ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഈ ഒരു യാത്ര, അതായത് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി തന്നെ അവിടേക്ക് ശിവഭക്തരെത്തി അവിടെ നിന്നും യാത്ര ആരംഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ശിവാലയ ഓട്ടം ദീപാരാധന തൊഴുതുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം വന്നവരൊക്കെ ഇന്ന് അവസാനത്തെ ക്ഷേത്രവും ദർശനം നടത്തി പോയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയൊക്കെ എത്തിയവരാണ് ഇപ്പോഴും ഓരോ ക്ഷേത്രങ്ങളിലും അങ്ങനെ ആ ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ തിരുവിതാംകോട് ക്ഷേത്രത്തിലേക്കാണ് ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ധ്യാസമയം മഴയൊക്കെ ഉണ്ടായിരുന്നു പലയിടത്തും. അതായത് ഞങ്ങളൊക്കെ മേലാങ്കോട് ക്ഷേത്രത്തിന് അവിടെ നിൽക്കുമ്പോൾ മഴ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയും ഭക്തരൊക്കെ തന്നെയും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. ഈ തിരുവിതാംകോട് ശിവക്ഷേത്രം എന്ന് പറയുന്നത് ആയിവേൽ രാജവംശങ്ങളുമായി ബന്ധമുള്ള ഒരു പ്രാചീന ക്ഷേത്രം കൂടിയാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവും ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ്. എന്തായാലും ഈ വിശറികളുമായി അതോടൊപ്പം ഭസ്മവും പണവുമൊക്കെയായി ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾ അവരൊക്കെ തന്നെ അങ്ങനെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് തന്നെ കാണാൻ സാധിക്കും. ആ കൊത്തുപണികളും അതോടൊപ്പം തന്നെ അലങ്കാരങ്ങളും ഒക്കെ വളരെയധികം ഭംഗിയേറിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ഈ ഭക്തജനങ്ങൾ എത്തുമ്പോൾ അങ്ങനെ കുറച്ച് സമയം അവരിവിടെ വിശ്രമിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. എന്തായാലും ഇനി 2 ക്ഷേത്രങ്ങൾ, അതായത് ഇനിയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അവസാനം ശങ്കരനാരായണനെ ദർശിച്ച ശേഷമാണ് ഈ ശിവാലയ ഓട്ടത്തിന് പരിസമാപ്തി കുറിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇന്ന് പുലർച്ചെ തിരുമല ക്ഷേത്രത്തിൽ നട തുറന്നപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. അതിനുശേഷം ഓരോ ക്ഷേത്രത്തിലും അത്തരത്തിൽ തന്നെയാണ് തിരക്ക് അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോരുത്തരും അങ്ങനെ ഗോവിന്ദ ഗോപാല മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഇവിടേക്ക് എത്തുന്ന കാഴ്ചകളാണ്. എന്തായാലും ഭക്തജനങ്ങളൊക്കെ അങ്ങനെ കാത്തു നിൽക്കുകയാണ് ദർശനത്തിനായി. എത്ര വർഷമായി ചേട്ടാ? ഞാൻ 22 വർഷം കൊണ്ട് വരികയാണ്. 22 വർഷത്തെ അതാണ് ഇപ്പോൾ വന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെ യാത്രയൊക്കെ? ഇനി 2 ക്ഷേത്രമല്ലേ? അതെ, 2 ക്ഷേത്രമേ ബാക്കിയുള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മഴ ഒരു വില്ലനായിട്ട് വരണുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഫൈൻ, വെരി ഫൈൻ. നല്ല രസമായിട്ടുള്ള യാത്രയായിരുന്നു. ഇടയ്ക്ക് ഭഗവാൻ കനിഞ്ഞിച്ചിരി മഴയും തന്നിട്ടുണ്ട്. ഈ ചൂടിൻ്റെ ഇടയിൽ ഒരു കുളിർമയും കൂടി തന്നിട്ടുണ്ട്. ഇത് ആദ്യത്തെ അനുഭവമാണ്. അപ്പോൾ പേടിച്ചാ വന്നത്. പക്ഷേ ഒരു പ്രശ്നവും ഇല്ലാണ്ട് സുഖകരമായിട്ടുള്ള യാത്രയായിരുന്നു. തിരുവനന്തപുരം എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരം. ആദ്യമായിട്ടാണ്. വളരെ ആൾക്കാരുടെ പെരുമാറ്റം വളരെ നല്ലതായിരുന്നു, വളരെ സുഖമായിരുന്നു. തിരക്കുണ്ടെങ്കിലും നമുക്കത് അനുഭവപ്പെട്ടില്ല. നല്ല എല്ലായിടവും കിട്ടി. വളരെ സന്തോഷം. അപ്പോൾ ഭക്തരൊക്കെ വളരെ സന്തോഷത്തിലാണ്. അവരൊക്കെ അങ്ങനെ ആ ദർശനം കഴിഞ്ഞ് ഇവിടേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഓരോ ക്ഷേത്രങ്ങളിലും ദർശനത്തിനായി എത്തുന്നു. അവസാനം തിരുമറ്റാലത്തൊക്കെ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ഈ വലിയ തിരക്ക് നമുക്ക് അനുഭവപ്പെടും. എന്തായാലും ഇന്ന് ഈ ഒരു ശിവരാത്രി ദിനത്തിൽ ഈ ശിവാലയ ഓട്ടത്തിൻ്റെ പുണ്യം തേടി ഓരോരുത്തരും അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. അടുത്തതായി ഇനി മഹാവിഷ്ണുവിൻ്റെ വരാഹാവതാരവുമായി ബന്ധപ്പെട്ട തൃപ്പന്നിക്കോട് ശിവക്ഷേത്രമാണ് ഈ 11ാമതായുള്ളത്. അത് കഴിഞ്ഞാണ് ഈ ക്ഷേത്രത്തിൽ, അതായത് തിരുനട്ടാലം ശിവക്ഷേത്രത്തിലെത്തി ശങ്കരനാരായണനെ ദർശിക്കുന്നത്. എന്തായാലും ഓരോ ഭക്തരും അങ്ങനെ ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്തുമ്പോൾ അവരുടെ ആ കൈകളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരങ്ങനെ കൈകൂപ്പി പ്രാർത്ഥനയോടെ ഓരോ ക്ഷേത്രത്തിലേക്കും എത്തുകയാണ്. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങൾ അത് സാധാരണയായി കന്യാകുമാരി ജില്ലയിലെ 2 താലൂക്കുകളിലുള്ള 12 ക്ഷേത്രങ്ങൾ, ആ 12 ക്ഷേത്രങ്ങളിലും ഒരു ദിവസം, ഒരു പകലും ഒരു രാത്രിയും അങ്ങനെ വ്രതമിരുന്ന് അവർ എത്തുന്നതാണ്. ഓരോ ഭക്തരും അവരുടെ മനസ്സിൽ ആ ശിവഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ആ വിഷ്ണു, അതായത് ശൈവവും വൈഷ്ണവും ഒന്നാണെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി തന്നെ ശിവഭഗവാന് മുന്നിലേക്ക് എത്തുമ്പോൾ വിഷ്ണുവിൻ്റെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഗോവിന്ദ ഗോപാല എന്നുള്ള മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവരങ്ങനെ ഓരോ ക്ഷേത്രത്തിലും ദർശനം നടത്തുകയാണ്. ഈ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ മാത്രമല്ല, അതായത് മലയാളികൾ നിരവധിയായി ഈ ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുന്നു എന്ന് തന്നെ നമ്മളൊക്കെ പ്രതികരിച്ചത് കൂടുതലും മലയാളികളാണ്. ഇന്നേ ദിവസം കൂടുതലും മലയാളികളാണ് ഈ ഒരു ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമാകുന്നത്. അവസാന ക്ഷേത്രം വരെയും, അതായത് 12ാമത്തെ ക്ഷേത്രം വരെയും ഒരു മടിയും കൂടാതെ അല്ലെങ്കിൽ ഒരു തളർച്ചയും കൂടാതെ അവർ ഓരോരുത്തരും അങ്ങനെ ഒരേ ഊർജ്ജത്തോടു കൂടി തന്നെയാണ്
ഈ ദർശനം നടത്തുന്നത്. അവർ ഓടിയെത്തുന്നുമുണ്ട്, നടന്നെത്തുന്നവരുണ്ട്, വാഹനത്തിലെത്തുന്നവരുണ്ട്. അങ്ങനെ പണ്ടുകാലം മുതൽക്ക് തന്നെ ഓടുക എന്നുള്ളതാണ്, ശിവാലയം ഓടിയെത്തുക എന്നുള്ളതാണ്. ഓരോ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ ശേഷം അടുത്ത ക്ഷേത്രത്തിലേക്ക് ഓടുക. അങ്ങനെ പഴയ മഹാഭാരതവുമായിട്ടൊക്കെ ബന്ധമുള്ള അത്തരത്തിലൊരു ഐതിഹ്യം നിലനിൽക്കുന്ന ഈ ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമാകുകയാണ് ഓരോ ഭക്തരും. അവരൊക്കെ തന്നെ ഈ ശിവരാത്രി ദിനം ഇന്ന് ശിവാലയം ഓടി, ഇന്ന് മുഴുവനും അവർ ക്ഷേത്രത്തിലാണ് ചിലവഴിച്ചതെന്നുള്ളതാണ്. അതായത് ഇന്നത്തെ ദിവസം ഈ ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുന്നവർ 12 ക്ഷേത്രത്തിലെത്തുമ്പോൾ ഇന്ന് അവരുടെ ദിവസം മുഴുവൻ ശിവക്ഷേത്രങ്ങളിലാണെന്നുള്ളതാണ്. അപ്പോൾ അത്രയും അധികം പുണ്യം തേടിയാണ് അവരുടെ ഈ യാത്ര. ആ യാത്രയിലാണ് നമ്മളും അവരോടൊപ്പമുള്ളത്. ദൃശ്യ മനോജാണ് വിവരങ്ങൾ നൽകിയത്. മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള ശിവാലയ ഓട്ടം 10ാമത് ക്ഷേത്രമായ തിരുവിതാംകോട് ക്ഷേത്രത്തിൽ എത്തി നിൽക്കുകയാണ്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.